ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ ഏത് ഇതിലായാലും ഇപ്പോൾ ഡബ്ബിങ് എന്നുള്ള ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആർട്ടിസ്റ്റ് ആയാലും ശരി, മറ്റ് ആർട്ടിസ്റ്റുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, ഈവൻ ഇപ്പോൾ ഹരികുമാർ സൗണ്ട് റെക്കോർഡിസ്റ്റ്, ഇങ്ങനെ വർക്ക് ചെയ്യുന്ന എല്ലാവരുമായിട്ടും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാറുണ്ട്. ഒരു പ്രൊഫഷണൽ ഇതിലും അപ്പുറത്ത് ഒരു സൗഹൃദം എല്ലാവരുമായിട്ട് ഉണ്ടാകാറുണ്ട്. അത് നിലനിർത്താറുണ്ട് ഇല്ലേ? എനിക്ക് യഥാർത്ഥത്തിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു തുടങ്ങിയത് തന്നെ എൻ്റെ 23 വയസ്സ് മുതലാണ് ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. മണിച്ചേച്ചി, മിനിച്ചേച്ചി, രാജി ചേച്ചി, ശ്രീകുമാരൻ തമ്പിയുടെ ഭാര്യ, കല്യാണത്തോടുകൂടാൻ രാജി ചേച്ചിയുമായിട്ടും വല്ലാതെ രാജി ചേച്ചി, ലളിത ചേച്ചി, അങ്ങനെ കുറേ ചേച്ചിമാരുണ്ട്. ഇവരുടെ എല്ലാവരെയും ഒരു സംരക്ഷണയിലാണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരുടെയും ഒരു മാനസികമായിട്ടുള്ളൊരു സപ്പോർട്ട് എല്ലാവരുടെ വീട്ടിലും. ഈ പറയുന്ന മാതിരി വടക്കാഞ്ചേരിക്ക് ഒരു ദൂരയാത്ര പോകണം തോന്നുമ്പോൾ വടക്കാഞ്ചേരിക്ക് പോകുന്ന മാതിരി ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് എവിടെയാണെങ്കിൽ സ്റ്റുഡിയോയിലാണെങ്കിൽ വീട്ടിൽ പോയി ഉണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു പോകുന്നത് എൻ്റെ വീട്ടിലായിരിക്കില്ല, മണിച്ചേച്ചിയുടെ വീട്ടിലേക്കായിരിക്കും. ഇങ്ങനെ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ കാത്തിരിക്കുന്ന, എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. കുറേ ചേച്ചിമാരുണ്ട്. കുറേ ചേച്ചി. ആ ചേച്ചിമാരിൽ വളരെ പ്രധാനപ്പെട്ട നേരെ രാജി ചേച്ചി എന്ന് പറഞ്ഞു, ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഭാര്യ. എനിക്ക് തോന്നുന്നത് ഭാഗ്യലക്ഷ്മിയുടെ ആദ്യകാലത്ത് ഇപ്പോൾ തമ്പി സാറിൻ്റെ പടങ്ങളിൽ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ തമ്പി സാറിൻ്റെ കുടുംബം, ആ വീട് എന്ന് പറയുന്നത് ഒരു സ്വന്തം വീട് പോലെയാണ് എന്ന് ഭാഗ്യലക്ഷ്മി ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. രാജി ചേച്ചിയായിട്ടുള്ള ബന്ധം തമ്പി സാറുമായിട്ടും അതേപോലെ ഒരു വളരെ അടുത്ത. അതെ അതെ, ചേട്ടൻ എൻ്റെ ജാതകം നോക്കുന്നതും എൻ്റെ കാര്യങ്ങൾ പറയുന്നു. ഇപ്പോഴും എൻ്റെ പുസ്തകം എഴുതുന്ന കാര്യത്തിനും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ചേട്ടൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കും. ചില മലയാളം വാക്കുകളിലൊക്കെ എന്തെങ്കിലും സംശയം വന്നാൽ ഉടനെ ചേട്ടനെ വിളിക്കും, ചേട്ടാ ഇന്ന വാക്കിൻ്റെ അർത്ഥം ഉടനെ ചേട്ടൻ എന്നോട് പറയും. എൻ്റെ മകൻ എപ്പോഴും പറയും, ഒരു വലിയ ധൈര്യമാണ് തമ്പിയങ്കിളുള്ളത്. കാരണം മലയാളത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തമ്പിയങ്കിളിനെ വിളിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തമ്പി സാറിന് എന്താണ് ഭാഗ്യലക്ഷ്മിയെ കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടിട്ട് തിരിച്ചു തരാം. അദ്ദേഹത്തിൻ്റെ ബൈറ്റ് ഉണ്ട് ഇവിടെ. ഭാഗ്യലക്ഷ്മിക്ക് 14-15 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി എൻ്റെ ഒരു സിനിമയിൽ ഡബ് ചെയ്യാൻ വരുന്നത്. അതിസമർത്ഥയായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് ഭാഗ്യലക്ഷ്മി, വളരെ സമർത്ഥമാണ്. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും അതിമനോഹരം ഡബ് ചെയ്യാൻ ഭാഗ്യലക്ഷ്മിക്ക് സാധിക്കും. കാരണം ഈ പാലക്കാട് പശ്ചാത്തലം ഉള്ളതുകൊണ്ട് തമിഴ് നന്നായിട്ട് പറയാൻ അറിയാം. ഭാഗ്യലക്ഷ്മിയുടെ അഭിനയ സാമർഥ്യം ഈ ഡബ്ബിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ടുപിടിക്കുകയും ഞാൻ സംവിധാനം ചെയ്ത 3 സിനിമകളിൽ ഭാഗ്യലക്ഷ്മി അഭിനയിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് ഞാൻ എടുത്തിട്ടുള്ള എല്ലാ പടങ്ങളിലും ഇപ്പോൾ യുവജനോത്സവത്തെ ഉർവശിക്ക് വേണ്ടി സംസാരിച്ചത് ഭാഗ്യലക്ഷ്മിയാണ്. എൻ്റെ ബന്ധുക്കൾ ശത്രുക്കളിൽ രൂപിണിക്ക് വേണ്ടി ഇതെല്ലാം അതീതമായിട്ട് ഇങ്ങനെ ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ വ്യക്തിപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഭാഗ്യലക്ഷ്മി എനിക്കുണ്ട്. കാരണം വെച്ചാൽ ഭാഗ്യലക്ഷ്മി എൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു കൗമാരപ്രായത്തിലാണ് എൻ്റെ അടുത്ത് വരുന്നത്. അതുമുതലുള്ള ഭാഗ്യലക്ഷ്മിയുടെ വളർച്ച ജീവിതത്തിൽ വേഷപ്പകർച്ചകളും അതുപോലെ തൊഴിൽ ജീവിതത്തിലെ വേഷപ്പകർച്ചകളൊക്കെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട് എന്ന് പറയുന്നത് ഭാഗ്യലക്ഷ്മിക്ക് വളരെ ഒരു സ്വന്തം വീട് പോലെയാണ്. കാരണം എൻ്റെ ഭാര്യയുമായിട്ട് ഈ പരിചയപ്പെട്ട കാലം, ആദ്യം ഞങ്ങളുടെ പടങ്ങളുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് വന്ന കാലം മുതൽ എൻ്റെ ഭാര്യയുമായിട്ട് ഭാഗ്യലക്ഷ്മിക്ക് വളരെ അടുപ്പമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട് ഇല്ലാതെ വരുന്ന സമയത്ത് മറ്റൊരു വീട് പോലെയാണ് ആയിരുന്നു ഭാഗ്യലക്ഷ്മിക്ക് എൻ്റെ വീട്. അപ്പോൾ ഞാൻ ഭാഗ്യലക്ഷ്മിക്ക് സംസാരിക്കുന്നത് എൻ്റെ സ്വന്തം അനിയത്തെ പോലെ സംസാരിക്കുന്ന പോലെയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ചേച്ചിമാരിങ്ങനെ ഒരുപാട് പേരുണ്ട്, കൂടി വരുന്നുണ്ട്. ഇപ്പോൾ മണിച്ചേച്ചിക്ക് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല തിരക്കുകൾ കാരണം. പക്ഷേ മറ്റൊരു ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്, മിനിച്ചേച്ചി. അപ്പോൾ മിനിച്ചേച്ചി ഇവിടെ അതിഥിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അവരും കൊണ്ട് ക്ഷണിക്കാം. അടുത്തതായി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീമതി മൃണാളിനി ശിവറാം. ചേച്ചി, ഭാഗ്യലക്ഷ്മി ഇങ്ങനെ പറയായിരുന്നു, എങ്ങനെ ഈ പെൺകുട്ടിയായിട്ടൊരു സൗഹൃദം വേണമെന്ന് തോന്നി? ഒരു 28-29 വർഷത്തിന് മുമ്പ് വീട് വാങ്ങിച്ച ലക്ഷ്മിൻ്റെ വീട്ടിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അപ്പോഴൊന്നും മീറ്റ് ചെയ്തില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് എൻ്റെ അമ്മയൊക്കെ മരിച്ചപ്പോഴും ലക്ഷ്മി വന്ന് അങ്ങനെ എല്ലാം വർത്തമാനം പറഞ്ഞ് പിന്നെ അടിക്കടിക്ക് വരുമായിരുന്നു. പിന്നെ ഞാനിവിടെ എല്ലാം കൂണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവധിക്ക് വരുമ്പോൾ ലക്ഷ്മിയാണ് ആദ്യം എന്നെ വന്ന് വെൽക്കം ചെയ്യണതും വീട്ടിൽ വരണതും ഒക്കെ. അപ്പോൾ അങ്ങനെ വന്ന് എനിക്ക് ഭയങ്കര ക്ലോസായി. എനിക്ക് തോന്നി ഈ കുട്ടി വളരെ ഇൻഫോർമലാണ്, വളരെ സിമ്പിളാണ്, നമുക്ക് നല്ലൊരു ഫ്രണ്ട് എനിക്ക് ആയിട്ട് തോന്നി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും പറയുന്നത് നല്ല കുട്ടി, നമുക്ക് നല്ലൊരു ഫ്രണ്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട്.
കുട്ടികൾക്കും ഭയങ്കര കാര്യമായിരുന്നു. അങ്ങനെ അങ്ങനെ വളരെ ക്ലോസായി ഞങ്ങൾ ഒരു ഫാമിലി. എനിക്കൊരു സിസ്റ്റർ ഇല്ലാത്ത വിഷമം, എനിക്കൊരു ബ്രദറേ ഉള്ളൂ. അപ്പോൾ അതൊരു നല്ലൊരു സിസ്റ്ററായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ലക്ഷ്മി എനിക്ക് വളരെ സിമ്പിളായിട്ട് ഔട്ട് സ്പോക്കൺ, പിന്നെ എനിക്കെല്ലാം പറയാം, ലക്ഷ്മിക്ക് എൻ്റെ അടുത്ത് പറയാനില്ല, അങ്ങനത്തെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വല്ല ഫങ്ഷൻ ഉണ്ടെങ്കിലും എല്ലാം ലക്ഷ്മി ഒന്നും പറയണ്ട, അവിടെ അങ്ങ് എത്തും. എല്ലാം അങ്ങ് ബ്ലെൻഡ് ചെയ്ത് ഫാമിലി കൂടെ അങ്ങനെ എല്ലാം ചെയ്ത് എനിക്കൊന്നും അറിയണ്ട ശരിക്കും. എൻ്റെ കുട്ടികൾ മദ്രാസ് ചെന്നൈയിൽ പഠിക്കുകയായിരുന്നു. അപ്പോൾ ലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് പോവും. അപ്പോൾ അവിടെ പോയി കാണും, ഞാൻ പറഞ്ഞില്ലെങ്കിലും അതെ പോയി കാണും. കുട്ടികൾക്കും അതുപോലെ തന്നെ എന്ത് സാധനം വേണമെങ്കിലും കൊണ്ടുപോകും. അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി വളരെ ജെന്യുവനാണ്, വളരെ ഒരു നല്ല കുട്ടിയാണെന്ന്. ചേച്ചിയുടെ മോള് ഇടയ്ക്ക് ജോണ്ടീസായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴേ അവിടെ ചെന്നൈയിൽ വീട്ടിൽ, അതെ അതെ അതെ. അപ്പോൾ ചേച്ചി കൂടെ പോയി അവിടെ നിൽക്കും. അപ്പോൾ ഞാനന്ന് വട്ടിയൂർക്കാവ് വീട്ടിൽ താമസിക്കും, വലിയ പറമ്പൊക്കെ ഉള്ള വീടായിരുന്നു. അപ്പോൾ ഞാനിവിടുന്ന് ഫ്ലൈറ്റിൽ ഞാനിങ്ങനെ ഷട്ടിലല്ലേ, അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ ഞാൻ പറമ്പിൽ നിന്ന് ഈ കിഴാർ നെല്ലിയൊക്കെ പറിച്ച് അത്രയും മെനക്കെട്ട് ഈ വർക്കിൻ്റെ ഇടയിൽ ഷി ഫൈൻസ് ടൈം ഓടി വന്ന് കണ്ട് അങ്ങനെ ഭയങ്കര ഒരു എവിടെ പോയാലും അതൊരു ഭയങ്കര സമാധാനം. ചേച്ചി കൂനൂരിൽ നിന്ന് ട്രിവാൻഡ്രത്ത് വന്ന് സെറ്റിൽ ചെയ്തപ്പോൾ ചേച്ചിക്ക് ഒരുപാട് കാര്യങ്ങൾ വേണോ അതൊന്നും അറിയില്ലായിരുന്നു ചേച്ചിക്ക്. അപ്പം എല്ലാം കോണ്ടാക്ട്സും ഒക്കെ ഇങ്ങനെ ഞാൻ അതെ അതൊരു വലിയൊരു ഇതാണ്. ലക്ഷ്മിക്ക് ഒരു വലിയൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ലക്ഷ്മിക്ക് ഷീ വെരി ഇൻഫ്ലുവൻഷ്യൽ. അപ്പോൾ ബാക്കിയുള്ളവരെയും പരിചയപ്പെടുത്തി നമുക്ക് പരിചയപ്പെടുത്തി തരും. അങ്ങനെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിലും ശരി അവിടെ ഉടനെ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റ്, ഗ്യാസ്, മറ്റത് മറിച്ച് ഇങ്ങനെ എല്ലാത്തിനും ഞാൻ ഇങ്ങനെ കുറച്ച് സപ്പോർട്ടീവായിട്ട് ഇങ്ങനെ കൂടെ നിന്നിരുന്നു. വളരെ ഒരു എൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് ഒരു ബോഡി ഗാർഡിനെയും പോലെയായിരുന്നു. എനിക്ക് ഭയങ്കര എൻ്റെ കുട്ടികളുടെ കല്യാണ സമയത്തൊന്നും എൻ്റെ റിലേഷൻസിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അറിയാം. ആദ്യം ഭാഗ്യലക്ഷ്മിയാണ് ചോദിക്കുന്നത് കണ്ടാൽ ഓടി നടന്ന്. ഞാൻ കുറച്ചൊരു വെപ്രാളമുള്ള ടൈപ്പാണ്, പക്ഷെ അത് ലക്ഷ്മി എന്നെ സമാധാനപ്പെടുത്തിയിട്ടില്ല. ഓടി നടന്ന് എല്ലാം ചെയ്തത്. അതൊന്നും ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത. എൻ്റെ കുട്ടികൾ വന്നാലും ശരി ആദ്യം ലക്ഷ്മി ചേച്ചി ഉണ്ടോയെന്ന് അന്വേഷിച്ചാൽ അവരെല്ലാം കൂടെ ജോളിയായിട്ട് കോളത്തോ വേറെ ലക്ഷ്മി ചേച്ചി ഉണ്ടെങ്കിൽ രസമുള്ളൂ. അങ്ങനെ രസമാണ്. എൻ്റെ ഏറ്റവും രസം എന്താ അറിയോ, ഞാൻ വട്ടിയൂർക്കാവ് താമസിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്താണ് ചേച്ചി താമസിച്ചിരുന്നത്. ഞാൻ പിന്നെ 12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇങ്ങോട്ട് കവടിയാറിലേക്ക് ഞാൻ താമസം മാറിയപ്പോൾ ചേച്ചി അങ്ങോട്ട് താമസം മാറി. അപ്പൊ എല്ലാവരും ചോദിച്ചു ഭാഗ്യലക്ഷ്മിക്ക് വേണ്ടിയാണോ മിൻ ചേച്ചി വീട് മാറിയത്? ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾ അടുത്തടുത്ത് വീണ്ടും ഞങ്ങൾ അടുത്തടുത്ത് വന്നു. ഈ സൗഹൃദം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാനും അല്ലെങ്കിൽ അത് കീപ്പ് ചെയ്യാനും എങ്ങനെ സമയം കിട്ടണം വിടുക, അത് നമുക്ക് സമയം ഉണ്ടാക്കാം. പക്ഷെ എങ്ങനെ അങ്ങനെ മനസ്സ് വരണം? ഒരു പക്ഷെ കുട്ടിക്കാലത്ത് ഒന്നും കിട്ടാതെ ആരും ഇല്ലാതിരിക്കുന്നത് കൊണ്ട് എനിക്ക് ആരൊക്കെയോ ഉണ്ടെന്ന് ഞാൻ സ്വയം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതൊക്കെ എൻ്റെ ഒരു പരിധി വരെ എൻ്റെ ഒരു ആത്മബലത്തിന് വേണ്ടിയായിരിക്കാം. അറിയാതെങ്കിലും നമുക്കൊക്കെ ഒരുപാട് അങ്ങനെ ബന്ധുക്കളുണ്ടല്ലോ. ഇപ്പൊ അങ്ങനെ ഭാഗ്യലക്ഷ്മിക്ക് എടുത്ത് പറയാനുള്ള ബന്ധുക്കൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അല്ലേ ഇവരൊക്കെ ബന്ധുക്കളാണെന്നുള്ളൊരു. അതെ അതെ. അപ്പൊ ഇങ്ങനെ നമ്മൾ വളരെ ക്ലോസ് ആയി ഞങ്ങൾ എല്ലാം അറിയില്ല ഞാൻ ഓർഫണേജിലായിരുന്നു. ഷെയർ പക്ഷെ കൊച്ചില് പിന്നെ പറഞ്ഞു വളരെ. അപ്പൊ ഞങ്ങള് എല്ലാം അങ്ങോട്ട് ഷെയർ ചെയ്യാം എന്നുള്ളൊരു ഇതായപ്പോഴത്തേക്കും ലക്ഷ്മി ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞു ഭയങ്കര വിഷമമുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ എനിക്കൊരു തോന്നി എനിക്ക് കൂടുതൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ആരുമില്ല, എനിക്ക് അമ്മയായിട്ടോ ചേച്ചിയായിട്ടോ എന്തായിരുന്നാലും എനിക്ക് ലക്ഷ്മിയെ കൂടെ വേണം എന്നുള്ളൊരു ഫീലിംഗ് വന്നു. ഞാൻ ഇടയ്ക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് പോകണം എന്ന് പറഞ്ഞ് ഞാൻ വീടൊക്കെ നോക്കിയില്ലേ, ഏകദേശം എറണാകുളത്ത് വീടൊക്കെ ശരിയായി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ ഉറക്കെ കരയുന്നു, ഉറക്കെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ കരയുന്നു. ഞാൻ മറ്റന്നാൾ പോവുകയാണെന്ന് ഡിസൈഡ് ചെയ്തു. എന്നിട്ട് നാളെ രാവിലെ വീട് അവിടെ പാല് കാച്ചു എന്നാൽ ഇന്ന് രാത്രിയാണ് ഞാൻ തീരുമാനിക്കുന്നത് ഞാൻ മാറുന്നില്ല. ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ എല്ലാം ഒന്നേന്ന് ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ ഈ എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു പരിധിവരെ ഞാൻ എന്നെ ഡിപ്പെൻഡ് ചെയ്യും ചെയ്യുന്ന ഇവരെ ഉപേക്ഷിച്ച് ഞാൻ എന്തിനാ പോകുന്നത്? അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കാം, എന്നെങ്കിലും ഒരിക്കലും അതിനെക്കുറിച്ച് ആലോചിക്കാം. ഇപ്പം തൽക്കാലം എന്തായാലും ഒരു പരിധിവരെ ഇവർക്കാർക്കും എന്നെയും കാണാതിരിക്കാൻ പറ്റില്ല, എനിക്ക് ഇവരെയും കാണാതിരിക്കാം. അപ്പോൾ അതിലും നന്നായി ഇങ്ങനൊരു സൗഹൃദം ഉണ്ടാകട്ടെ. അതാണ് നമുക്ക് നമ്മുടെ പ്രൊഫഷനിലുള്ള ആൾക്കാരിൽ അപ്പുറത്ത് കുറേ സൗഹൃദങ്ങൾ ഉണ്ടാവുക, അതാണ് എന്നും നിലനിൽക്കുന്നത്. ഒരുപക്ഷെ നമ്മളിപ്പോൾ സിനിമയിൽ സൗഹൃദങ്ങൾ ഉണ്ടാവും, കുറേ ആൾക്കാരായിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ആ സൗഹൃദം മാറി പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാവും. നേരത്തെ ചോദിച്ചില്ല, ഞാൻ ട്രിവാൻഡ്രത്ത് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത്
എനിക്ക് ഈ പറഞ്ഞ മാതിരി ആരുമില്ലാതെ ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ ഇതുപോലുള്ള കുറച്ച് സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെങ്കിലും എന്തോ ഞാൻ എവിടെ ചെന്നാലും എല്ലാവരും പെട്ടെന്ന് ഞാനുമായിട്ട് അടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്തിനോട് ഞാൻ വന്ന കാലത്ത് ഈ തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ വളരെ അവർഷനോടുകൂടെ നോക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു. എന്തോ അദൃശ്യരായി ഇവരെന്ത് ചെയ്യുന്നു സിനിമയിൽ, രാത്രികാലങ്ങളിൽ പോകുന്നു വരുന്നു, വേറെ എന്തോ ആണെന്ന്. അങ്ങനെയുള്ള അതേ തിരുവനന്തപുരം ഇന്ന് സത്യത്തിൽ നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി എന്ന് പറയുമ്പോൾ ഒരു എല്ലാവർക്കും എന്തോ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ഒരു തുറന്ന് പറച്ചിൽ ഒരുപാട് പേരെ എനിക്ക് സുഹൃത്തുക്കളാക്കി തന്നിട്ടുണ്ട്. എൻ്റെ ഈ മാതൃഭൂമിയിലൊരു ആർട്ടിക്കിൾ വന്നതും ഒക്കെ ആൾക്കാർക്ക് കുറേ കൂടെ എന്നോട് വല്ലാത്തൊരു സ്നേഹം. എനിക്ക് സത്യത്തിൽ ഇപ്പോൾ പണ്ടത്തെ മാതിരി അങ്ങനെ ഒരു തോന്നലൊന്നുമില്ല, എനിക്ക് ആരും ഇല്ല എന്നുള്ള തോന്നലൊന്നുമില്ല. എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ട് എന്നെ സ്നേഹിക്കുന്ന, ഒരുപാട് ഒന്നും പ്രതീക്ഷിക്കാതെ. ബന്ധങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടായിരിക്കും. ഇതങ്ങനെയൊന്നുമല്ല, എന്നെ ഞാനായിട്ട് തന്നെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതാ ഏറ്റവും വലിയ ബലം. ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ വരെ ഈ സൗഹൃദം ഇനിയും നിലനിൽക്കട്ടെ ഒരുപാട് വർഷം എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്തായാലും സമാഗമത്തിൽ വന്നതിൽ സന്തോഷം.